കണ്ണൂർ മുഴുപ്പിലങ്ങാട് ബി.ജെ.പി. പ്രവർത്തകൻ എളമ്പിലായി സൂരജ് വധക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷ് ഉൾപ്പെടെ 8 CPM പ്രവർത്തകർക്ക് ജീവപര്യന്തം. 20 വർഷത്തിന് ശേഷവും പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചത് നീതി തന്നെയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി. പ്രേമരാജൻ. കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ഒരു പ്രതിക്ക് 3 വർഷം കഠിന തടവും വിധിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രേമരാജൻ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ കേസിന്റെ ഇപ്പോൾ 2 മുതൽ 9 വരെ പ്രതികൾക്ക് എതിരെ കൊലപാതക കുറ്റവും കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ആയുധ നിരോധന നിയമപ്രകാരം 2 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, കൂടാതെ 143, 147, 148 വകുപ്പ് പ്രകാരം ഓരോ വർഷവും 3 മാസം വീതം തടവും പ്രത്യേകം വിധിച്ചിട്ടുണ്ട്. 11-ാം പ്രതിക്കെതിരെ 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. അയാൾ 1-ാം പ്രതിയെ ഒളിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം ഉണ്ടായിരുന്നത്. ഈ നീണ്ട 20 വർഷത്തെ ഒരു കാലയളവുണ്ടല്ലോ, ആ കാലയളവിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ഗൂഢാലോചന കേസ് കുറ്റത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കും ജീവപര്യന്തം തടവ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികത്വം, അതായത് കൊലപാതക കുറ്റത്തിനുള്ള സമാനമായ ശിക്ഷയാണ് കൊലപാതകത്തിനുള്ള ഗൂഢാലോചനയ്ക്കും നിയമം അനുശാസിക്കുന്നത്. അതനുസരിച്ചാണ് 7 മുതൽ 9 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഈ വിചാരണ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തു വരെ ഈ വിചാരണ വേളയിൽ ഗൂഢാലോചന സാക്ഷിയായിരുന്നു. അദ്ദേഹം വരെ കോടതിയിൽ കൂറുമാറുകയായിരുന്നു. പ്രതികളുടെ ഒന്നിച്ചായിരുന്നു വന്നിരുന്നത്. പിന്നെ ദൃക്സാക്ഷിയായ 1-2 പേര് ഒന്നിച്ചുണ്ടായിരുന്നവർ, അവരും ഈ പ്രതികളുടെ സമീപത്തിലായിരുന്നു കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും പ്രോസിക്യൂഷന് കൃത്യമായ ആവശ്യമുള്ള സാക്ഷികളെ കൃത്യമായി ഹാജരാക്കാനും മൊഴി കൊടുക്കാനും കൃത്യമായി രേഖകൾ സമർപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വിജയമാണ്. ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ടി.കെ. രജീഷ്, അപ്പോൾ ടി.പി. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ടി.കെ. രജീഷും അതുപോലെ തന്നെ മനോരാജ് നാരായണനും അനുബന്ധ കുറ്റപത്രത്തിലാണ് പ്രതിയാകുന്നത്. ആ ഒരു ഘട്ടം എങ്ങനെയാണ്? ആദ്യത്തെ അന്വേഷണ സംഘം കൃത്യമായി അത് രേഖപ്പെടുത്തി തന്നെയാണ്? അതെ, ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീ കെ. ദാമോദരൻ, അദ്ദേഹം ആദ്യം തന്നെ ഇതിൽ 2ഉം 5ഉം പ്രതികളെ കണ്ടുകിട്ടാനുണ്ടെന്ന് പറഞ്ഞ് കോടതി മുമ്പാകെ റിപ്പോർട്ട് നൽകിയിരുന്നു. അവരുടെ റോൾ അവിടെ കൃത്യമായി മാറ്റിവെച്ചിരുന്നു. വളരെ സൂക്ഷ്മമായ അന്വേഷണവും സൂക്ഷ്മമായ രീതിയിലാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വന്ന സമയത്ത് യഥാർത്ഥ പ്രതികൾക്ക് ഉള്ള സ്ഥാനം ക്രമം അതുപോലെ തന്നെ കൊടുക്കാൻ അന്വേഷണ ടീമിന് കഴിഞ്ഞത്. 20 വർഷത്തിന് ശേഷം ശിക്ഷ ലഭിക്കുമ്പോൾ അത് നീതിയാണ് എന്ന് വിശ്വസിക്കാൻ, കാരണം നീതിയാണെന്ന് ഈ കേസിൽ 20 വർഷം എടുത്തു എന്ന് പറയുമ്പോൾ, കാരണം 2010 വിചാരണ നടന്നിരുന്നെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ആ കാരണം കൊണ്ട് ഇത് നീതിയാണെന്ന് ഞാൻ പറയും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നീണ്ട 20 വർഷത്തിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രധാനപ്പെട്ട സാക്ഷികൾക്കെല്ലാം തന്നെ ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. കെ. സുബിതിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.